മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ മാർപ്പാപ്പ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? മരണം തന്നെ മാടി വിളിക്കുന്നതായിട്ട് തോന്നിയപ്പോൾ ഫ്രാൻസിസ് പാപ്പ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രതികരിച്ചത്? ലോകത്തിനത് വിസ്മയമാണ്, ഒരുപക്ഷെ നമുക്കും വിസ്മയമാണ്. ആ വിസ്മയത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ ഫെബ്രുവരി 20 ആദ്യം പ്രഖ്യാപിച്ചത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയോ മെലോനിയാണ്. മെലോനി പാപ്പയെ കണ്ടിട്ട് പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, പാപ്പ ആ കിടക്കയിലും തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ് ചിരിച്ചു. ഞാൻ ഇന്നോ നാളെയോ മരിക്കുമെന്ന് ഇറ്റാലിയൻ പത്രങ്ങളൊക്കെ വാതുവെക്കുന്നുണ്ടല്ലേ. ആശുപത്രിയിൽ മാർപ്പാപ്പയെ സന്ദർശിച്ച് പുറത്തു വന്ന പ്രധാനമന്ത്രി പറഞ്ഞ ഏക കാര്യം അതാണ്. മരണക്കിടക്കയിലും തൻ്റെ മരണത്തെ പാപ്പ തമാശയോടെ സമീപിക്കുന്നുവെന്ന്. ഇങ്ങനെ മാർപ്പാപ്പ പ്രതികരിച്ചത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ട്. കാരണം ഇതാണ്: അദ്ദേഹം ആരുടെ പേര് സ്വീകരിച്ചോ ആ വ്യക്തി തന്നെയാണ് അതിന് കാരണം. ഫ്രാൻസിസ് അസീസി. അദ്ദേഹം പ്രപഞ്ചത്തിലെ പുല്ലിനോടും പൂവിനോടും കാറ്റിനോടും മഴയോടും സല്ലപിച്ചു, സംസാരിച്ചു, സംവേദിച്ചു. പ്രത്യേകിച്ച് മരണത്തെ അല്ലയോ സഹോദരി എന്ന് വിളിച്ച് ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കാൻറ്റിക്കിൾ ഓഫ് ദി ക്രീച്ചേഴ്സ് എന്ന എഴുത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങയെ എൻ്റെ സഹോദരിയായ ശാരീരിക മരണത്തിലൂടെ സ്തുതിക്കുന്നു. അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ലല്ലോ. എത്ര ആഴപ്പെട്ട ഒരു പ്രതികരണമാണിത്. ഭൂമിയിലെ മനുഷ്യർ, നമ്മളെല്ലാവരും മരണമുഖത്ത് പരിഭ്രാന്തരാകാൻ സാധ്യതയുള്ളപ്പോൾ മരണത്തെ സഹോദരി എന്ന് വിളിച്ച് ക്ഷണിച്ച ഫ്രാൻസിസിന്റെ പിൻതലമുറക്കാരൻ പുത്തൻ ഫ്രാൻസിസിന്, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെ പിൻതലമുറക്കാരന് മരണത്തെ ഭയമില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അതുകൂടി ശ്രദ്ധിക്കണം. തൻ്റെ മരണാനന്തര ചടങ്ങുകളെ ഭയം കൂടാതെ ലളിതമാക്കാൻ എഴുതി വെച്ചു. 2, മരണത്തിന് മുമ്പ് തന്നെ ഞാൻ ഒരുപക്ഷെ സർവൈവ് ചെയ്യുകയില്ല എന്ന് മുൻകൂട്ടി നിരാശപ്പെടാതെ പ്രഖ്യാപിച്ചു. 3, മരണത്തിന് ഒരുങ്ങുമ്പോഴും പുഞ്ചിരിച്ചു. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെച്ചാൽ നമുക്കൊരു പുതിയ നിർഭയത്വം കിട്ടും. പൗലോസ്ലീഹ എഴുതി വെക്കുന്ന അതിമനോഹരമായ ഒരു വാക്യമുണ്ടല്ലോ, ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിൻ്റെതാണ് എന്ന്. റോമ 14 അധ്യായം 8 വാക്യം. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ദൈവത്തിന് സ്തുതി.